ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല. ഒരു വ്യക്തികൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകിക്കൊണ്ടുള്ളതല്ല. മറിച്ച് സമസ്ത എന്ന മഹത്തായ ഒരു ദീനീ സംവിധാനത്തോടൊപ്പം സമൂഹമുണ്ട് എന്നുള്ളതിന് തെളിവാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആ ആദർശം മുറുകെ പിടിക്കുന്ന ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, കലിമ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പിൻപറ്റേണ്ടതും മുറുകെ പിടിക്കേണ്ടതും ഈ ഒരു പണ്ഡിത സഭ നയിക്കുന്ന സംവിധാനത്തോടാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഇവിടെ ഒരു സംഘടനാ ശക്തി തെളിയിക്കുന്ന ഒരു വിഷയം ഇവിടെ ഇല്ല. അതല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം നമുക്കില്ല. മറിച്ച് ഈ ഒരു പ്രസ്ഥാനം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ അത് നിലനിർത്താനും മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാനും അതിലേക്ക് നയിക്കുന്ന ഒരു പണ്ഡിത സഭ എന്നുള്ള നിലക്ക് അവരെ പിൻപറ്റി അവരുടെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം ഇതിനെ നയിച്ചുപോയ മഹാരഥന്മാരൊക്കെ തന്നെ അവരുടെ ജീവിത വിശുദ്ധി നമുക്ക് കാണാൻ സാധിക്കും. ആദർശ വിശുദ്ധിയാണല്ലോ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം. ആദർശ വിശുദ്ധി ഓരോരുത്തരും നാം മനസ്സിലാക്കിയത് ഓരോ വ്യക്തിയുടെ വിശുദ്ധിയിലൂടെയാണ്. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, പൂർവ്വസൂരികളായ മഹാരഥന്മാർ, നമുക്ക് മുമ്പേ കടന്നുപോയവർ, അവരുടെ ജീവിത വിശുദ്ധിയും എല്ലാ നിലക്കുള്ള വിശുദ്ധിയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആദർശത്തിൻ്റെ വിശുദ്ധിയും അവരുടെ ജീവിത ചിട്ടയും ഇതൊന്ന് തന്നെയാണ് ഈ കാണുന്ന ആളുകളൊക്കെയും ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ സാധ്യമായിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം മഹാത്മാക്കൾ അവരെ വഴി പിൻപറ്റുക, അവരനുസരിക്കുക, അവർ കാണിച്ചെന്ന പാതയിലൂടെ സഞ്ചരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ ഭിന്നതകൾ ധാരാളം നാടുകളിലുണ്ട്. ദിനേനോണം ഓരോ അഭിപ്രായ ഭിന്നതകളും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ കരുകാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, മഹാന്മാരായിരിക്കുന്ന 40 അംഗ നിഷ്കളങ്കരായ മുഷാവറ അംഗങ്ങൾ ഒരു കാര്യം അവർ തീരുമാനിച്ച് സമൂഹത്തോട് അറിയിക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, പാരത്രിക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് അവർ ഇത്യാദി കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയായിരുന്നല്ലോ ഈ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രസ്ഥാനത്തെ രൂപീകരിച്ച് 1920-കളിൽ എന്തിനു വേണ്ടി രൂപീകരിച്ചു? യഥാർത്ഥത്തിൽ ഒരു സംഘടനാ സ്വഭാവത്തിൽ പോകുന്നതല്ല, മറിച്ച് ഈ പൂർവ്വസൂരികളായ മഹാരഥന്മാർ ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി തങ്ങൾ തൊട്ട് സഹാബത്തുൽ കിറാമിലൂടെ താബികളിലൂടെ പകർന്നു കിട്ടിയ മഹത്തായ ആദർശവും സുന്നി വിശ്വാസവും ആദർശങ്ങളൊക്കെ തന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാവലായി ഒരു കൂട്ടമായി ഒരു പണ്ഡിത സഭ രൂപീകരിച്ചു എന്നുള്ളതാണ്. ആ പണ്ഡിത സഭയുടെ പ്രവർത്തനത്തിന് ആക്കം നൽകുന്ന രീതിയിൽ ഉപസംഘടനകൾ ധാരാളം ഉണ്ടായി. അതുകൊണ്ടാണ് സുന്നി യുവനസംഘത്തെ സംബന്ധിച്ച് പറയാറുള്ളത് അത് സമസ്തയുടെ ഊന്നുവടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ സമസ്തയുടെ പ്രവർത്തകർ മഹാന്മാരായിരിക്കുന്ന മുഷാവറാംഗങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി അത് പ്രാവർത്തികമാക്കുന്ന സഹായകരമായ പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കറിയാം ഈ കാണുന്ന 11,000-ൽ പരം മദ്രസകൾ നമുക്കുണ്ട്. അതിൻ്റെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരുണ്ട്. അവർക്കൊരു കൂട്ടായ്മയുണ്ട്, ജമിയത്തുൽ മുഅല്ലിമീൻ. അവർക്കൊരു സംവിധാനമുണ്ട്, റേഞ്ചുണ്ട്. ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഇതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് വളർന്നു വരുന്ന തലമുറക്ക് പ്രാഥമിക വിജ്ഞാനം തൊട്ട് ഉയർന്ന വിദ്യാഭ്യാസം വരെ നൽകുന്ന സംവിധാനങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് തുടങ്ങുന്നുണ്ട്. എത്രത്തോളം ഇന്ന് പ്രീ പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനമുണ്ടല്ലോ, അൽബി റസ്മി പോലത്തെ സംവിധാനം. ഊന്നൽ നൽകുന്നത് വിശുദ്ധി തന്നെയാണ്. വളർന്നു വരുന്ന ഒരു ചെറിയ കുരുന്നിൽ വിശുദ്ധിയും ആദരവും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും അതിൻ്റെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധിയില്ല, അതല്ലെങ്കിൽ ആദരവില്ല, ബഹുമാനമില്ല എന്നുള്ളത് തന്നെയാണ്. ആദരിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ അനാദരവ് കാണിക്കുന്നു, അവരെ അല്ലെങ്കിൽ ചെറുതായി കാണുന്നു. ഇതൊക്കെ തന്നെയാണ് നവീനവാദികളിൽ പടർന്നു പന്തലിച്ച സംവിധാനങ്ങളൊക്കെ തന്നെ. അതിനെ തടയിടാനാണല്ലോ ആദരവും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുക.
മദ്രസയുടെ ആദ്യ പാഠം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് 1-ാം ക്ലാസ്സിൽ അദബെന്ന മര്യാദയാണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അദബെന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എന്താ ഇത് അദബ് എന്നിട്ട് പറയാൻ? ആദ്യത്തെ പാഠത്തിൽ അദബ് എന്നാണ്ടാകുക. ഒരുപാട് മര്യാദകൾ, ജീവിതത്തിലെ മര്യാദകൾ പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കേണ്ടതിന് മര്യാദ നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ നാം മനസ്സിലാക്കേണ്ടവരുണ്ട്. അത് നാട്ടിനനുസരിച്ച് ജീവിക്കണം. പക്ഷേ നമ്മുടെ സുന്നത്തമായ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ഇതാരെയും എതിർക്കാനുള്ള സംവിധാനമല്ല, ആരെയും ശത്രു വെക്കാനുള്ള സംവിധാനമല്ല, ആരെങ്കിലും വെറുതെ ചെറുതായി കാണാനുള്ള സംവിധാനമല്ല. മറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തുൽ കിറാം താബിഈങ്ങൾ പകർന്നു കിട്ടിയ യഥാർത്ഥ ആ ജീവിതചര്യ ചിട്ട അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, അതിലൂടെ സമൂഹത്തെ നയിക്കാൻ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ആദർശ വിശുദ്ധി സംരക്ഷിക്കാൻ രൂപീകരിച്ച മഹത്തായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അതിന് പോഷക സംഘടനകളാണ് ഈ ഞാൻ പറഞ്ഞ പല സംഘടനകളും. അതിലേറ്റവും പ്രാമുഖ്യം നേടിയ ഒരു സംഘടനയാണ് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നുള്ളത്. ചെറിയ കുരുന്നുകൾ വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനം, അതിൻ്റെ സംവിധാനം റേഞ്ച് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ ആ റേഞ്ച് സംവിധാനം നടന്നുപോയി. അങ്ങനെ റേഞ്ചിൻ്റെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് മദ്രസകൾ ഒരുമിച്ച് കൂടി അതിലൊരു റേഞ്ച് സംവിധാനവും മാസത്തിലൊരിക്കൽ പ്രത്യേകമായ അവർക്ക് ക്ലാസ്സുകളും ഒരു മാസം അവർ നൽകേണ്ട പാഠ സംവിധാനം സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യങ്ങളും ഇതൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള റേഞ്ച് സംവിധാനങ്ങൾ. ഇങ്ങനെ ദീൻ ഇവിടെ നടപ്പാക്കുക, ദീൻ സംവിധാനത്തിലൂടെ വിശ്വാസികളെ അതിനെ നടത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്ന രീതിയിലോ മറ്റു വിശ്വാസികൾക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിലോ അല്ല നമ്മുടെ സംസ്കാരം എന്നുള്ളത്. അവർക്ക് അവരുടേതായ ജീവിതത്തിൽ അവർ നടന്നു പോകുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ, അല്ല അവർക്ക് അവരോടുള്ള ഒരു വെറുപ്പ് കാണിക്കാതെ, മറിച്ച് നമ്മുടെ ദീൻ സംരക്ഷിക്കുന്ന രീതിയിൽ വളർന്നു വരുന്ന തലമുറക്ക് നമ്മുടെ ദീൻ ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെയാണ് ആദരവും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഹത്തായ സംവിധാനം. ഇതിൻ്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ദീൻ നിലനിർത്തുക, ഈമാൻ നിലനിർത്തുക, അതിനുവേണ്ടി രൂപീകരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. അതല്ലാതെ ആ വഴിയൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥ ഈ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ വഴിയിൽ വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറ്റു വഴിയിലേക്ക് അവർ തിരിക്കും. നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് മോശമായ ഒരു വഴിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരായിരിക്കുന്ന സാദാത്യങ്ങളായ പണ്ഡിതന്മാർ സമൂഹത്തിലേക്ക് നൽകുന്ന ആ സംവിധാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മുടെ ഈമാന്റെ സംരക്ഷണം അവസാനം ഈമാന് കിട്ടി മരിക്കാനും ഈ ഒരു സ്ഥാനത്തോടെ ഉറച്ചു നിൽക്കുക. മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെ മരണം നമുക്ക് അതിന് പാഠമാണ്. മാനാക്കേട്ടുസ്ഥാനെ സംബന്ധിച്ച് പറയാറുണ്ട്, ഷംസുലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്, ഫരീദുസ്ഥാന്റെ മരണത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, ഉമർ ഷിഹാബ് തങ്ങളുടെ മരണത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അവരൊക്കെ മരണം നമുക്കൊരു പാഠമാണ്. നാം നയിക്കുന്ന നാം നിൽക്കുന്ന സംവിധാനം, ഈ ഒരു പ്രസ്ഥാനം, ഈ മാർഗരേഖ സത്യത്തിന്റെ പാതയാണെന്നുള്ളത്. അവരൊക്കെ മരണം അതിലൊരു പാഠം കൂടിയാണ്. ഓരോരുത്തരെയും അവസാന സമയമാണ് അവർ അളക്കാൻ നമുക്ക് പറ്റിയ സമയം. അവരുടെയൊക്കെ മരണമാണ് നമ്മൾ അവർ പിൻപറ്റിയ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കണം, വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിക്കണം. അതിനു വേണ്ടിയായിരിക്കണം ഇതുപോലുള്ള സംവിധാനത്തോടൊപ്പം നിൽക്കേണ്ടത്. മറ്റെന്തും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിരിക്കാതെ നമ്മുടെ വിശ്വാസവും ആദർശം അതിപ്രധാനമാണ്. ആ ആദർശം വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഈ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പാക്കോട് വളരെ ദൂരം നിന്നാണ് ഈ യാത്ര ചെയ്യുന്നത്. 100 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ ഇതിനു വേണ്ടി യാത്ര ചെയ്യുകയാണ്, ദൂരങ്ങൾ യാത്ര ചെയ്യുന്നു, ഇതേ സംവിധാനത്തിന് ഓടിയടക്കുന്നു. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്ത്, ആരോഗ്യം, ആയുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് മുമ്പേ കടന്നുപോയ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, അവർക്ക് അള്ളാഹു അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ആഫിയത്ത്, ആരോഗ്യം, ആയുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം ഓടി നടന്ന നമ്മുടെ പ്രവർത്തകരുണ്ട്. റബ്ബി അവർക്കൊക്കെ നീ ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാൻ. ആഫിയത്ത്, ആരോഗ്യം നൽകണേ റഹ്മാൻ. എൻ്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാൻ. ഇത് കബൂൽ ചെയ്യണേ റഹ്മാൻ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാൻ മരിക്കുന്ന മുത്തഖീങ്ങൾ നാം ഏവരെയും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അള്ളാഹ് രോഗികളുണ്ട്, രോഗികൾക്ക് നീ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാൻ. കടം കൊണ്ട് പ്രയാസമനി സലാമത്ത് നൽകണേ റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته.